ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യഹൂദരുടെ പെസഹായിലേക്ക് നാം നടന്നെടുക്കുകയും അതോടൊപ്പം തന്നെ ഈശോ മിശിഹായിൽ സ്ഥാപിതമായ പെസഹായിലേക്ക് നാം നടന്നെടുക്കുകയും ചെയ്യുകയാണ്. ദൈവവചനപ്രകാരം യഹൂദർ തൻ്റെ പെസഹ എല്ലാ വർഷവും വളരെ കൃത്യമായി അനുഷ്ഠാനങ്ങളോടുകൂടി ആചരിച്ചിരുന്നു. ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട വിരുന്നിൽ യഹോവയുടെ സാന്നിധ്യവും യഹോവ അധ്യക്ഷം വഹിക്കുന്നതും അവരോടൊപ്പമായിരിക്കുകയും ചെയ്യുന്ന പെസഹായാണ് നമ്മൾ കാണുക. 10 ആചാരാനുഷ്ഠാനങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഒന്നാമത്തത്, അവർ ദൈവം നൽകിയ 2 അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകമായ രീതിയിൽ നന്ദി പറഞ്ഞിരുന്നു. 2 അനുഗ്രഹം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒന്ന് പെസഹായുടെയും രണ്ടാമത്തത് മാസോത്തിൻ്റെയുമായ പെരുന്നാളുകൾ, അതിലുണ്ടായ സന്തോഷവും ആനന്ദവും ദൈവത്തിന് നൽകുന്ന നന്ദിയും കൃതജ്ഞതയെല്ലാം അർപ്പിക്കുമായിരുന്നു. അതാണ് 2 അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി പറയുമായിരുന്നു. രണ്ടാമതായി അവർ ചെയ്തിരുന്നത്, അവർ കാസയിൽ നിന്ന് വീഞ്ഞ് ഭക്ഷിക്കുകയും അവർ വലത് കൈ കഴുകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ അത് വിശദീകരിക്കുന്നതാണ്. മൂന്നാമതായി അവർ ചെയ്തിരുന്നത്, അവർ കയ്പുള്ള ഇലകൾ ഭക്ഷിച്ചിരുന്നു. കൊച്ചു പോലും കയ്പുള്ള ഇലകൾ ഭക്ഷിക്കണം. അപ്പോൾ ഈ കുഞ്ഞ് മുതിർന്നവരോട് ചോദിക്കും, എന്തിനാണ് ഞങ്ങൾ ഈ കയ്പുള്ള ഇല ഭക്ഷിക്കുന്നത്? അപ്പോൾ സമൂഹത്തിലെ മുതിർന്ന വ്യക്തി അതിന് മറുപടി പറയും. മൂന്നാമത് കുഞ്ഞിൻ്റെ ചോദ്യം, നാലാമത് അതിൽ മുതിർന്നവരുടെ മറുപടിയാണ്. പിന്നീട് നമ്മൾ കാണുന്നത്, അവർ ഹല്ലേൽ ഗീതങ്ങൾ പാടും. ഹല്ലേൽ ഗീതം എന്ന് പറയുന്നത് ദൈവത്തിനെ വാഴ്ത്തുന്നതിന് വേണ്ടിയുള്ള സങ്കീർത്തനങ്ങളാണ്. അത് ഇതിൻ്റെ 4 ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാൻ അവയെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് ഹല്ലേൽ സങ്കീർത്തനമെന്ന്? അതൊരു ഗണമാണ്. നിങ്ങൾ സൂചിപ്പിക്കുന്നത് അതൊരു ഗണമാണ്. 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനമാണ് ഹല്ലേൽ ഗീതങ്ങൾ. അവർ ഹല്ലേൽ ഗീതങ്ങൾ ആലപിക്കും. അതിനുശേഷം അവർ രണ്ടാമത്തെ പാനപാത്രം കുടിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ പാനപാത്രം കുടിച്ചതിന് ശേഷം പിന്നീട് അവർ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കും. അതാണ് മാസോത്ത്. മാസോത്ത് അപ്പത്തിൻ്റെ വിഭജനവും അതിൻ്റെ ഭക്ഷണവും, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഭക്ഷണം, അത് അവർ വിഭജിച്ച് ഭക്ഷിക്കും. പിന്നീട് അവർ ചെയ്യുന്നത്, കുഞ്ഞാടിൻ്റെ മാംസം ചുട്ടു ഭക്ഷിക്കും. അടുത്തതാണ്, 9ാമത്തതാണ് മിശിഹായുടെ കാസ. ദൈവത്തിൻ്റെ കാസയാണ്. 10ാമത് അവർ കൃതജ്ഞത സ്തോത്രങ്ങൾ ആലപിക്കും. വലിയ സങ്കീർത്തനങ്ങൾ, ഹല്ലേൽ സങ്കീർത്തനങ്ങൾ ചൊല്ലും. ഇതാണ് യഹൂദരുടെ ആചാരാനുഷ്ഠാനമുള്ള പെസഹ. നമ്മുടെ പെസഹ നാളെ ആരംഭിക്കും. കടന്നുപോകലാണ്. പാപത്തിൽ നിന്ന് രക്ഷയിലേക്കുള്ള ഒരു കടന്നുപോകലാണ്.
ഈശോ മിശിഹ മനുഷ്യകുലത്തിൻ്റെ പാപത്തിനു വേണ്ടി പരിഹാരമായി തീരുവാൻ വേണ്ടി പോകുന്ന ഒരു കടന്നുപോകലാണ്. അവൻ എത്രമാത്രം ചെറുതാകുമോ അത്രമാത്രം ചെറുതായി തൻ്റെ ശിഷ്യരെ കാൽപാദം കഴുകി കാണിച്ചു കൊടുക്കുന്ന ഒരു കടന്നുപോകലാണ്. അപ്പോൾ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സഹനത്തിലൂടെ തൻ്റെ ജനത്തെ നേടിയെടുത്ത്, തൻ്റെ ജീവൻ പോലും വെടിഞ്ഞ് തൻ്റെ ജനത്തെ നേടിയെടുത്ത് മനുഷ്യകുലത്തിന് രക്ഷ നൽകുന്ന വലിയ അനുഭവത്തിന് ആരംഭം കുറിക്കുകയാണ്. അതാണ് വിശുദ്ധ കുർബാനയുടെ ആരംഭം കുറിക്കലും. സ്നേഹമുള്ളവരെ, യഹൂദരുടെ പെസഹ ആചരണം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അതിനെ ചുവട് പിടിച്ചാണ് നമ്മൾ വീട്ടിൽ അപ്പം മുറിക്കുന്നത്. അപ്പം മുറിക്കുമ്പോൾ വീട്ടിലെ മുതിർന്നവരാണ് അപ്പം മുറിക്കേണ്ടത്. ആ മുതിർന്നവരില്ലെങ്കിൽ അവരുടെ മൂത്ത മകന് അപ്പം മുറിക്കാം എന്ന് പറയുന്നുണ്ട്. മൂത്ത മകൻ അവർ വീട്ടിലൊരു ശിശുവായിരിക്കരുത്. മൂത്ത മകൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെ വിവാഹം കഴിഞ്ഞ അല്ലെങ്കിൽ വിവാഹപ്രായം മുന്നോട്ട് എത്തി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതിനാണ് അങ്ങനെ സൂചിപ്പിക്കുക. അവയെക്കുറിച്ച് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ശ്രമിക്കാം. ഇന്ന് കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം കാണിച്ചു കൊടുത്ത വാഗ്ദാന നാട്ടിലേക്ക് അവിടുന്ന് കടന്നു വരുന്നു. ദൈവം അവർക്ക് വലിയ അഭിഷേകം നൽകുന്ന ഒരു കട്ടിലപ്പടിയിലും കട്ടിലയുടെ 2 കാലുകളിലും കട്ടിലപ്പടിയിലും കുഞ്ഞാൻ്റെ രക്തം തളിക്കണം. ഇവയെക്കുറിച്ച് നമ്മൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായവും 13-ാം അധ്യായവും വ്യക്തമായി കാണുക, വായിക്കുക. ദൈവം നമ്മളെ അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.